മുഅല്ലയിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ നേരെ നിങ്ങളെ വലതുവശത്തേക്ക് നോക്കിയാൽ ഒരു പള്ളി കാണും. ആ പള്ളിൻ്റെ പേരാണ് മസ്ജിദു ഷജറ. എന്താണ് മസ്ജിദു ഷജറ? അതായത് രണ്ട് അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറയൊന്നും ഇല്ലാതിരുന്നപ്പോൾ രണ്ട് മരം, ആ മരം ഇങ്ങനെ നടന്നു വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറയായി നിന്നു എന്നാണ്. അതായത് അള്ളാന്റെ റസൂലിന് മുഅ്ജിസത്ത് പ്രകടമായ ഒരു പ്രദേശമാണിത് എന്നർത്ഥം. അങ്ങനെ മറയായി നിന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ ആ മരം തിരിച്ചുപോയി എന്നാണ് ഒരഭിപ്രായം. മറ്റൊന്ന്, ശത്രുക്കളായ ആളുകൾ പല രൂപത്തിലുള്ള തെളിവുകളും ചോദിച്ചപ്പോൾ ആ മരം നിന്നോട് ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റുമോ എന്നുള്ള രൂപത്തിൽ ചോദിച്ച സമയത്ത് ആ രണ്ട് മരത്തെ റസൂലുള്ള വിളിക്കുകയും വിളിച്ചപ്പോൾ അവ വന്ന് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ് യഥാസ്ഥാനത്തേക്ക് തന്നെ പോവുകയും ചെയ്തു എന്നാണ് ആ ഒരു ചരിത്രം. അതാണ് മസ്ജിദു ഷജറ. നേരെ ബാക്കിൽ നോക്കിയാൽ കാണാം മസ്ജിദുർ റായ. മസ്ജിദുർ റായ, റായ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കൊടി എന്നാണ് അർത്ഥം. ഇത് അതായത് മക്കം ഫത്ഹിന്റെ സമയത്ത് വിജയത്തിന്റെ കൊടി നാട്ടിയത് ഇവിടെയാണ് എന്നാണ്. വിജയത്തിന്റെ കൊടി നാട്ടിയത് ഇവിടെയാണ്. നമ്മൾ നേരത്തെ ഷാബു അബി ഖുബൈസ് കണ്ടു. അതിന് മറ്റൊരു സംഗതിയും കൂടി ഉണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജറുൽ അസ്വദ് വെക്കാൻ വേണ്ടിയിട്ട് തർക്കണ്ടായല്ലോ ആൾക്കാരുടെ ഇടയിൽ. രമ്യമായി പരിഗണിച്ചതൊരു തുണിയിൽ വെച്ചിട്ട് എല്ലാ ഗോത്രക്കാരെയും വിളിച്ച് അതൊക്കെ അവിടുന്ന് അങ്ങോട്ടാണ് എന്നർത്ഥം. ഞങ്ങൾ വെക്കും എന്ന് പറഞ്ഞ ആ സമയത്ത് ഇത് മസ്ജിദു ഷജറ, ഇത് മസ്ജിദു റായ. ഓക്കെ, മനസ്സിലായല്ലോ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പോകുന്നത് മഖ്ബറത്തുൽ മുഅല്ല അതിലേക്കാണ്.